ഹലോ ഗൈസ്, നമസ്കാരം ഡോളപ്പൂർ നിവാസികളെ. നിങ്ങൾക്ക് പുസി ക്യാറ്റ് ഇത്രയ്ക്ക് ഇഷ്ടമാണെന്നെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇത്രയ്ക്കും ഗതികെട്ടൊരു ഫേസ് റിവീൽ ഒരു യൂട്യൂബറും ചെയ്തിട്ടുണ്ടാവില്ല. ഈ വീഡിയോ ഉണ്ടാക്കാൻ പ്രചോദനമായിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിലെ കുറച്ച് കമന്റ്സ് ആണ്. ബ്രോ കൊണേഷ് കണ്ണാപ്പിനെ റോസ്റ്റ് ചെയ്യും. കൊണേഷ് കണ്ണാപ്പിയോ? അതാരാ? കഴിഞ്ഞ മന്ത് ഫുൾ എക്സാം ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യമൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ റോൾ മോഡലായ അരിയണ്ണന് പുതിയൊരു പട്ടം നാട്ടുകാർക്ക് കൊടുത്ത കാര്യം അറിയാൻ വൈകി പോയി. റോൾ മോഡൽ ആണെന്ന് പറയാൻ കാരണമുണ്ട്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ റോസ്റ്റ് സീക്രട്ട് ഏജന്റ് ആയിരുന്നു. അതിന്റെ ഇടയിൽ സീക്രട്ട് ഏജന്റ് കമന്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാണ്ടാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്താണ്? മക്കളെ, നിങ്ങൾക്ക് അരി മേടിക്കാനുള്ള അല്ലേ വമ്പനൊരു വക ഞങ്ങൾ ഇട്ട് തരുന്നു. നല്ല രീതിയിൽ ട്രോളാം. ഏച്ചൊട്ടിങ്ങളെ എയറിലോട്ടല്ല, ഞങ്ങളെ അങ്ങ് ജൂപ്പിറ്ററിനെങ്കിലും ഒരു ഗാലക്സിയിലോട്ട് പറഞ്ഞു. അണ്ണന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കണം. അണ്ണൻ കേരളത്തിലുള്ള എല്ലാ ട്രോളന്മാരും ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്തിരിക്കും. ഇനി മുട്ടയ്ക്കുറപ്പുള്ള ഒരു ട്രോളിന് അണ്ണനെ ട്രോൾ ചെയ്യാതിരിക്കില്ല. ആ ട്രോൾ കുന്നുകളിലേക്ക് എന്റെ ഒരു ചെറിയൊരു സമർപ്പണം മാത്രമാണ് ഈ വീഡിയോ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. സായി കൃഷ്ണനെ ആളുകൾ പല പേരിലും വിളിക്കും. സീക്രട്ട് ഏജന്റ് അരിയണൻ, കോണേഷ് കൊണ്ണാപ്പി, മരവാഴ. എന്റെ അടുത്തത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കോണത്തിലെ കൊണേടി വീരൻ. എന്താണെന്ന് അറിയില്ല, ആര് കോണം പറഞ്ഞാലും എനിക്ക് ഇയാളുടെ മുഖം ഓർമ്മ വരും. ബിഗ് ബോസിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയവരെ കണ്ടിട്ടുണ്ട്, ലാലേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയവരെ കണ്ടിട്ടുണ്ട്, ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി പോയവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല മനുഷ്യനാവാൻ വേണ്ടി പോയ ഒരുത്തൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ആരാധപ്പിറവുകളുടെ മുഴുവൻ രൗദ്രവൂക്ക് ഏറ്റുവാങ്ങിയ ആ മൂർത്തിയുടെ ഇപ്പത്തെ പേര് കണ്ണാപ്പി എന്നാണ്. ദാ കാണ്. ബിഗ് ബോസിൽ വരുന്ന ഊക്കൊക്കെ പങ്കിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലാണ്. പക്ഷെ അതിന്റെ അടിയിൽ കൂടെ ഒരുത്തം വണ്ടാത്തല്ലേ ഇവരെ എല്ലാ ഊക്കും ഒന്നും ഇടാണ്ട് ഇറന്ന് വാങ്ങി എനിക്ക് മാത്രം. ഒരുത്തന്റെ എൻട്രി കാരണം ജാസ്മിനൊക്കെ സൈഡ് ക്യാരക്ടറായി. ട്രോളർമാർക്ക് ഒരു അന്നദാനം തന്നെ നടത്തിയിട്ടാണ് ബിഗ് ബോസ് വിട്ട് ഇറങ്ങിപ്പോയത്. മാനവരാശിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു മൊണ്ണയെ നമ്മൾ ബിഗ് ബോസിൽ കാണുന്നത്. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. ഞാൻ ഒരാളെയും സ്ട്രൈക്ക് അടിച്ച് കളയുന്നോ ഞാൻ അങ്ങനെയൊന്നും ഒരാൾക്ക് ഒരു ഉപദ്രവം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഒരാൾക്ക് കരുതി കൂട്ടിയൊരു സൈബർ ആക്രമണം നടത്തണമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒന്നുമെന്താ വേണ്ട, ഞാൻ സോൾവ് ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട കൊനേടി നാഥ, അങ്ങയുടെ ബോഡിയിലുള്ള ഏത് നന്മയുടെ അംശം കാരണമാണ് അണ്ണൻ ഉണ്ണിമൂന്നിന്റെ കോൾ റെക്കോർഡ് ലീക്ക് ചെയ്തത് എന്ന് വ്യക്തമാക്കിയാലും പിന്നെ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ട് കമന്റ് ബോക്സിൽ ഉണ്ടാക്കാൻ ആരും വിചാരിക്കണ്ട. രണ്ട് രോമൻ ഈച്ച് പാകില്ല വേണ്ടുന്നു. എന്നിട്ടാണ് 10 കമന്റോളികളെ വെല്ലുവിളിക്കരുത് സീക്രട്ട് ഏജന്റ്. നാശത്തിലേക്കാണ് നീ പോകുന്നത്. കുറച്ചു ദിവസമായിട്ട് എന്റെ ജീവിതത്തെ എന്റർടൈൻമെന്റ് സീക്രട്ട് ഏജന്റ് കമന്റ് ബോക്സ് വായിച്ചിരിക്കുന്നത്. ഇമാതിരി എനിക്ക് ശരിക്കും നിങ്ങളുടെ എന്താണ് റോസ്റ്റിംഗ് പഠിക്കേണ്ടത്. എല്ലാ ആഴ്ചയും നോമിനേഷൻ വരും, എല്ലാ ജയിലിലും കയറും, സകല കച്ചറേന്റെ കൂട്ടത്തിലും ഉണ്ടാവും. അതെ ആദ്യം ഉറപ്പ് വരുന്നു. അതെ, ചത്താലും കരയാനും പോണില്ല. ഇവന്റെ ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് കരയണവനാണ്. ഒരു മനുഷ്യന് എങ്ങനെയാണ് കൈസ് ഇത്രത്തോളം മൊണ്ണയാവാൻ പറ്റുക? എങ്ങനെയാണ് ഇത്രയും മൊണ്ണയായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവും. ബിഗ് ബോസിൽ പോയിട്ട് ഒന്നും നടക്കണ്ടായപ്പോ അണ്ണൻ വീണർത്ത് കിടന്ന് ഉരുണ്ട് ഇപ്പൊ ഒരു മൊണ്ണരാജാവ് സീക്രട്ട് ഏജന്റ് കി ജയ്. ഇത് പൈസ കൊടുത്ത് PR ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. അത് അറിയും ചെയ്തു. അതായത് കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആദ്യം തന്നെ വീഡിയോ ഇട്ട ഉടനെ തന്നെ ലിങ്ക് എടുക്കുന്നു, ഷെയർ ചെയ്യുന്നു, അടിക്കാനുള്ള കമന്റുകൾ ഒരു 5-10 കൊടുക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിൽ അടിച്ചു കോപ്പി പേസ്റ്റ് അടിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അടിച്ചോ എന്ന് പറയുന്നു, പോകുന്നു. ഒരു വ്യക്തിക്ക് തന്നെ 2-3 Gmail അക്കൗണ്ട് വെച്ചിട്ട് അവിടെ തന്നെ അടിച്ചടിച്ച് ഇതൊരു പാറ്റേൺ പരിപാടിയാണ്. പിന്നെ ഞാനൊരു കേസ് പറയട്ടെ, ഈ കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരല്ല. അതായത് അവിടെ പോവുക, ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, അതായത് എൻ്റെ ഇമോഷണൽ സൈഡ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക. എനിക്ക് കപ്പിനേക്കാൾ കൂടുതൽ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിനെ തിരിച്ചു പിടിക്കുക. അതുകൊണ്ട് എനിക്ക് സീക്രട്ട് ഏജന്റ് ഞാൻ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഒരു അഡ്വൈസ് തരാം. നമ്മൾ മൊണ്ണയാണെന്ന് സമ്മതിക്കാൻ അങ്ങോട്ട്. അതിനെ കിടന്ന് ഉരുണ്ട് എന്ന് പറഞ്ഞാൽ നീ മൊണ്ണയാവാതെ ഇരിക്കത്തില്ല. നമ്മളെപ്പോഴും ഡൗൺ ടു എർത്ത് ആയിട്ട് ഇരിക്കാൻ നോക്കുക. എന്നാലായിരിക്കും ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുത്തും. നമ്മളൊരു മൊണ്ണയായിട്ട് നമ്മൾ ഗത്താണ് മാസാണെന്ന് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. സീക്രട്ട് ഏജന്റ് ആളുകൾക്ക് ഒരു ദിവസം മനസ്സിലാവും സത്യം എന്താണെന്ന്. ഈ സൈഡിലിരിക്കുന്ന 2 NPCs ഇല്ലേ, നോൺ പ്ലേയബിൾ ക്യാരക്ടേഴ്സ്, ഇവന്റെ പൈസ കൊടുത്ത് വെച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും എന്തേലും എന്ത് പറയടേ, അവിടെ ഇരിക്കുന്നില്ല, എന്തേലും വായതുറന്ന് പറയും. സീക്രട്ട് ഏജന്റ് എന്ത് പറഞ്ഞാൽ അത് കേട്ട് ഇങ്ങനെ മെഴുങ്ങിക്കോളും. ഈ നാടകത്ത് കല്ലും മരമായിട്ട് കുറച്ച് പേര് നിൽക്കത്തില്ലേ, അവിടെ നിന്ന് സീക്രട്ട് ഏജന്റ് പൊക്കിക്കൊണ്ടുവന്നാണ് ഇവരെ. പൊട്ടിച്ച് മാറ്റിച്ച് കപ്പിൻ്റെ 7 അയൽവക്കത്ത് വരാത്ത രീതിയിൽ അടിച്ചാൽ ഉറപ്പ. പിന്നെ എനിക്ക് മോളും കീഴും നോക്കാറില്ല. ഞാൻ എടുത്തിട്ട് അലക്കി പാകം നാശാക്കി കപ്പിൻ്റെ അവിടെ ചിന്തെത്താത്ത രീതിയിൽ കുളം തോണ്ടി കൈ തരും. എന്തൊക്കെയാ അടിച്ച് പൊട്ടിച്ചിട്ട്. സീക്രട്ട് ഏജന്റ് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്, പക്ഷെ ഒന്നും നടന്നില്ല. പേടിക്കേണ്ട കാര്യമാണ്. ഹെയ്റ്റ് കമന്റ് ഒക്കെ ഒരു യൂട്യൂബറിന് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതമല്ലേ ഡൗൺഫോളും അപ്ഫോളും നൈറ്റ് ഫാളും എല്ലാം ഉണ്ടാവും. ജീവിതം നമ്മളെ വാണോടിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ വാണോടിക്കാണ്ടിരിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി.
ഏതൊരു കാര്യത്തിലും നിഷ്പക്ഷമായ നിലപാട് നിലനിർത്തുന്ന വ്യക്തി. ഇത്രയൊക്കെ 91 days കംപ്ലീറ്റ് ചെയ്ത് വന്ന നോറയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നിട്ട് വേണ്ടേ നോറനെ വെൽക്കം ചെയ്യാൻ. ഓക്കെ, അപ്പം നോറയ്ക്ക് സൻസി കെയറിന്റെ ഒരു മെൻസ്ട്രൽ കപ്പാണ് നമ്മൾ തരാൻ പോകുന്നത്. ബിഗ് ബോസിന്റെ കപ്പേ കിട്ടിയില്ല, ഈ കപ്പെങ്കിലും കിട്ടട്ടെ. എന്തോന്നത് ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തി അപമാനിക്കണം. ഗൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പുച്ഛിച്ച് തള്ളാൻ പാടില്ല, എന്നാലും ഒരു വശം ചിരിക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊളിക്കുക. പിന്നെ ഈ ചാനലിൽ വേറൊരു കിടിലൻ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ. പിന്നെ ഗെയിമിംഗ് ചാനലിൻ്റെ ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സ് കൊടുത്തിട്ട് ഞാൻ മൈൻക്രാഫ്റ്റ് ഉണ്ട് മാണവർക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതും കൂടി ചെക്കൗട്ട് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.